മഹാരാജാസ് കോളേജ് തുറക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 18-നാണ് സംഘർഷങ്ങൾ നീണ്ടുപോയതിനെ തുടർന്ന് മഹാരാജാസ് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടത്. കഴിഞ്ഞ ദിവസം തന്നെ പ്രിൻസിപ്പൽ ഇൻചാർജിന്റെ ഒപ്പം തന്നെ വിദ്യാർത്ഥി പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ഒരു സമാധാന യോഗം കോളേജിൽ നടന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മഹാരാജാസ് കോളേജ് തുറക്കുവാനായിട്ടുള്ള ഒരു തീരുമാനം സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ പോലീസിന്റെ ഒരു കാവൽ മഹാരാജാസ് കോളേജിലുണ്ട്. അത് കുറച്ച് ദിവസം കൂടി തുടരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ, അതായത് ഈ മഹാരാജാസ് കോളേജിൽ നിരവധി നാളുകളായിട്ട് 2 ആഴ്ചക്കാലമായിട്ട് വളരെ വലിയ സംഘർഷമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാവൽ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട്, സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് സർക്കാരിന് ഒരു കത്ത് കോളേജ് അധികൃതർ നൽകിയിട്ടുണ്ട്. ഈ കത്തിൽ ഒരു മറുപടി ലഭിച്ചതിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് പ്രിൻസിപ്പൽ ഇൻചാർജ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും ചില തീരുമാനങ്ങൾ ഇന്നലത്തെ സമാധാന യോഗത്തിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ID കാർഡ് ഇല്ലാതെ ആരെയും കോളേജ് ക്യാമ്പസിനുള്ളിൽ പ്രവേശിപ്പിക്കില്ല. 6 മണിക്ക് ശേഷം ആരും കോളേജ് ക്യാമ്പസിൽ തുടരാൻ അനുവദിക്കത്തില്ല. കോളേജ് ഹോസ്റ്റലിനുള്ളിൽ ആരെങ്കിലും അനധികൃതമായിട്ട് താമസിക്കുന്നുണ്ടെങ്കിൽ അവരെയും പുറത്താക്കും. എന്തായാലും സുരക്ഷ ശക്തമാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കോളേജ് അധികൃതർ പോയിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 10ഓളം ഉണ്ട്. SFI പ്രവർത്തകനും ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ പ്രവർത്തകനും കുത്തേറ്റ ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മഹാരാജാസ് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടത്. അത് ഇന്ന് തുറക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. എന്തായാലും ഇനിയുള്ള ഒരു ദിവസങ്ങളിൽ മഹാരാജാസിൽ എങ്ങനെയായിരിക്കും അവസ്ഥ എന്നുള്ളതും നോക്കിക്കാണേണ്ടതുണ്ട്.